ഇറ്റ്സ് മീ ഷാരൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. വേറൊന്നുമല്ല, അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം അവസാനം ഞങ്ങൾ യുകെയിലൊരു വീട് മേടിച്ചു. ഇന്ന് അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഹലോ അന്ന, ഇതെവിടാ? അന്നയുടെ പുതിയ വീടാണോ? അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ കീ കിട്ടി. ഇതൊരു ന്യൂ ബിൽഡ് ഹൗസാണ്. മാഞ്ചസ്റ്ററിലാണ് ഞങ്ങളുടെ വീട് മേടിച്ചത്. ഇപ്പം ജസ്റ്റ് നമ്മൾ പാല് കാച്ചി കയറി താമസിക്കാനായിട്ടാണ് പ്ലാന്. അങ്ങനെ വലിയ ഫങ്ഷനായിട്ടൊന്നുമല്ല. പിന്നെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മൾ പ്രോപ്പർ ഹൗസ് വാമിങ് നടത്താനായിട്ടാണ് പ്ലാന്. പാല് ഒഴിച്ചു വെക്കാന്ന് പറഞ്ഞു. കേറാൻ പോവാ. സ്വാമിജി പറയുന്ന പോലെ അങ്ങ് ചെയ്യാ. സ്വന്തമായിട്ട് വീട് ആർക്കും ആഗ്രഹമില്ലാത്തതല്ലേ? ഞങ്ങൾ ഈ ദാസനെയും വിജയനെയും പോലെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. പിന്നെ സ്വപ്നം കാണൽ മാത്രമേ നടന്നിട്ടുള്ളായിരുന്നു. അതിനെ സീരിയസ് ആയിട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ടൈം ഉണ്ടല്ലോ. സോ ഞങ്ങളുടെ ടൈം ഇപ്പോഴായിരുന്നു ആയി വന്നത്. ആൻഡ് ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിന് ഒരുപോലെ ഇഷ്ടപ്പെട്ട വീട് കണ്ടുപിടിക്കാൻ പറ്റിയതിൽ വി ആർ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. പേരൻസിനെ എല്ലാവരെയും കാണിക്കാനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കോളിൽ വരുത്താനുള്ള പെടാപ്പാടിലായിരുന്നു എല്ലാവരും തന്നെ. പിന്നെ ന്യൂ ബിൽഡ് ഹൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരൊറ്റ ഫർണിച്ചേഴ്സ് ഇല്ല. നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അതൊക്കെ കുറച്ച് സമയമെടുക്കും വരാനായിട്ട്. പിന്നെ 4 വീട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ആകെ ഇവിടെ ഉള്ളത് കിച്ചൺ ആൻഡ് ലോണ്ടറി അപ്ലയൻസസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലത്തേക്കിന്. അങ്ങനെ ഞങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് വളരെ ഹാപ്പി ആയിട്ട് വിത്ത് എവ്രിബഡീസ് ബ്ലെസ്സിങ്സ് പ്രേയേഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണ്. ബട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. സ്ട്രെസ്സും ടെൻഷനും ഓർക്കാനൂടെ വയ്യ. ബട്ട് കുറേ നല്ല എക്സൈറ്റിംഗ് മൊമെൻറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേറ്റവും ഹാപ്പിനെസ് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുമിച്ച് വീട് മേടിക്കാൻ പറ്റി എന്നുള്ളതിലാണ്. അത് വെച്ച് നോക്കുന്നത് മണിയൂർ വരെ എടുക്കുന്നത് നാട്ടിലെ പോലെ ഒരു പ്രോസസ്സേ അല്ല ഇവിടെ വീട് മേടിക്കൽ. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അണ്ടിൽ കീ നമ്മുടെ കയ്യിൽ കിട്ടാതെ ഒന്നും പറയാൻ പറ്റാതില്ല. എല്ലാവരുടെയും പ്രേയേഴ്സും ഹെൽപ്പും ഒക്കെ കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റി. അപ്പോൾ തലക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയറി താമസത്തിന് വേറൊരു ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് രഞ്ജിതയുടെ കസിൻ സാന്ദ്ര. പുള്ളിക്കാരി ഇവിടെ അയർലൻഡിൽ പഠിക്കാൻ വന്നതാണ്. കുറച്ച് ദിവസത്തേക്കിന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞങ്ങളുടെ കയറി താമസവും കൂടാൻ പറ്റി. ഞങ്ങളുടെ പാലൊക്കെ തിളച്ച് തൂകി ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് എല്ലാവർക്കും മധുരം കൊടുക്കാനായിട്ട് ആവശ്യത്തിലധികം പഞ്ചസാര ഞാൻ വാരിയിടുന്നുണ്ട്. ഈ ഒരു ഐഡിയ അമ്മ പറഞ്ഞു തന്നാ കേട്ടോ. നമ്മുടെ തിളച്ച് തൂന്ന പാല് എന്തായാലും പഞ്ചസാരയായിട്ട് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് പഴവും കൂടെ ഇങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല പാല് കാച്ചൽ കലാപരിപാടികളെല്ലാം അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് അരി ഇട്ടു വൈകിട്ടത്തേക്കിന് വേണ്ടി, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജിനും മരിയും വീട് മേടിച്ചേക്കുന്നത് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നെയ്ബേഴ്സ് കൂടിയായി.
ഇതാണ് അവരുടെ വീട്. ആൻഡ് എല്ലാവരും ചിക്കൻ സ്റ്റൂവും അപ്പവും ഒക്കെ തട്ടിയതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയാണ്. രഞ്ജിതയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഉച്ചയായപ്പോൾ തന്നെ സ്ഥലം വിട്ടു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം കടന്നു പോവുകയാണ്. ആൻഡ് അതൊരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആക്കാൻ പറ്റിയതിൽ വി ആർ സോ ഹാപ്പി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.